ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഒരു ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി വന്നതാണ്. ജോലി എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് യൂസ്ഡ് കാർ വിൽക്കുന്ന ഒരു ഷോറൂമാണ്. കാർ ആൻഡ് ബൈക്ക് എന്ന് പറയും. ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ അറിയുന്നുണ്ടാവും. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു പുതിയൊരു വണ്ടി ഇന്ന് ഒരു 2 ദിവസമായിട്ടുള്ള വണ്ടി വന്നിട്ട്. ഇത് 2020 മോഡൽ സിംഗിൾ ഓണർ മാത്രം യൂസ് ചെയ്തിട്ടുള്ള 20,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള XUV 300 ആണ്. ഇതിപ്പോൾ നിർത്തി, ഇപ്പോൾ 3X ആണല്ലോ വരുന്നത്. അപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് അന്വേഷിക്കുന്ന ആളുകൾക്ക് അണ്ടർ 10 ലക്ഷം, അതായത് 10 ലക്ഷത്തിൽ താഴെ കിട്ടുന്ന ഒരു നല്ലൊരു വെഹിക്കിളിൻ്റെ ഡീറ്റെയിലാണ്. W6 വേരിയൻ്റ് ആണ് വെഹിക്കിൾ വന്നിട്ടുള്ളത്. റിമോട്ട് സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ടച്ച് സ്ക്രീന്, സെൻസേഴ്സ്, ഓട്ടോ ഡൗൺ പവർ വിൻഡോസ്, പിന്നെ എയർ ബാഗ്, ABS, സെൻസേഴ്സ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്, ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തൊരു വേരിയൻ്റാണ് W6. 21,117 ഇതിൻ്റെ കിലോമീറ്റർ. അതുകൂടാതെ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ പെർഫെക്റ്റ് കണ്ടീഷനാണ്. വൈറ്റ് കളറിലായതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി വണ്ടിക്കുണ്ട്. പിന്നെ നാവിഗേഷനൊക്കെ ആഡ് ആയിട്ടുള്ള വെഹിക്കിളാട്ടോ. അതായത് യാത്ര ചെയ്യുന്നവർക്ക് നാവിഗേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഓഡിയോ കൺട്രോളിൽ തന്നെ കോൾ എടുക്കാനും കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളൂ വീഡിയോ. പിന്നെ ഇതിൻ്റെ യൂസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൈലേജ്, റിയൽ ലൈഫ് മൈലേജ് ഒന്ന് പറഞ്ഞു തരണം. എൻ്റെ അടുത്ത് കസ്റ്റമർ പറഞ്ഞത് ലോങ്ങിലൊക്കെ ഒരു 18 to 20 കിട്ടിയിട്ടുണ്ട്, ആവറേജ് കാണിച്ചിട്ടുണ്ട് എന്നാണ്. പിന്നെ AMT ആയതുകൊണ്ട് അത് കിട്ടും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കലും വണ്ടി ഓടിക്കാം. പിന്നെ 1500 cc ആയതുകൊണ്ട് തന്നെ പവർ ഡ്രോപ്പ് ഇല്ല. പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ കയറ്റൊക്കെ കയറുമ്പോൾ ആ ഒരു ഹിൽ ഹോൾഡ് അസിസ്റ്റ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കമ്പനി. 5 സ്റ്റാർ റേറ്റിംഗുള്ള വണ്ടിയാണ്. അതിൽ വേറെ ഒന്നും പറയാനില്ല മഹീന്ദ്രയുടെ കാര്യങ്ങൾ. ഇപ്പോൾ 3X ഡീസൽ എനിക്ക് തോന്നുന്നു 18 ലക്ഷം രൂപ എന്തോ റേറ്റ് വരുന്നുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു യൂസ്ഡ് കാർ അണ്ടർ 10 ലക്ഷം വിത്ത് ലോ കിലോമീറ്റർ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് ഈ വണ്ടി എടുക്കാം. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കുറച്ച് വീഡിയോസ് മാത്രമാണിത്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കണം. സെയിം ടൈം മാക്സിമം സപ്പോർട്ട് ചെയ്യണം. എൻ്റെ കയ്യിൽ വരുന്ന എല്ലാ വാഹനങ്ങളും ഇതേപോലെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് എടുത്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള ആളുകൾ കൊടുക്കുന്നേക്കാണ് വിപരീതമായി ഞങ്ങൾ ഈ വെഹിക്കിളിൻ്റെ പൊതുവെ ഹിസ്റ്ററി ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കേഷൻ, വാല്യുവേഷനൊക്കെ ചെക്ക് ചെയ്യും. ഈ ഒരു വെഹിക്കിളിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പ്രൈസ് 9,95,000 ആണ്, ഇൻക്ലൂഡിങ് 2 വർഷത്തെ ഇഞ്ചിൻ, ഗിയർ ബോക്സ്, AC യൂണിറ്റിന്, ഇലക്ട്രിക്കൽ ആക്സറീസിനൊക്കെയുള്ള വാറണ്ടി ഇതിൽ പ്രൊവൈഡറാണ്. അതിൽ 1 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസും നമുക്ക് കിട്ടും. ഈ വെഹിക്കിളിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണ്ടവർ എന്നെ വിളിക്കുക, കോൺടാക്റ്റ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. ഓക്കെ, ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ ചാറ്റിൽ വരികയോ ചെയ്യാം. 51 രജിസ്ട്രേഷനാണ്, ഒറ്റപ്പാലം. പിന്നെ ക്ലീനാണ്. വെഹിക്കിളിൻ്റെ കാര്യത്തിൽ വേറെ ഒന്നും പറയാനില്ല. ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.